ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ഭർത്താവ് ഈ കുരിശായിരുന്നോ? പ്രേക്ഷകരുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഏറ്റവും കൂടുതൽ വെറുപ്പും നേടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ജാസ്മിനെ വിലയിരുത്തുന്നത്. അത് കയ്യിലിരിപ്പിന്റെയാ. അതെ, കയ്യിലിരിപ്പിന്റെ. പുറത്തേക്ക് വന്നു, ഹാങ് ഓവർ മാറിയോ? എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എന്താണ് മാനസികാവസ്ഥ? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഹാങ് ഓവർ മാറി വരുന്നു. ആണോ? ശരി ശരി ശരി. ഇതുവരെ ഇന്റർവ്യൂ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ചായയിൽ തുമ്മിയിട്ട് ആ തുമ്മിയ സമയത്ത് പറയുന്ന ഡയലോഗാണ് ഒരുപക്ഷെ എന്നെ വേദനിപ്പിച്ചത്. കുഴപ്പമില്ല, ടേസ്റ്റ് കൂടും. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ അതിന്റെ ജീവിതം. ജാസ്മിനോട് നേരിട്ട് ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. സീരിയസ്ലി പറയുകയാണെങ്കിൽ എന്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. നീ ഒന്നും പണയണ്ട. പ്രധാനപ്പെട്ട ബിഗ് ബോസ് കണ്ടന്റുകളിൽ ഒന്നെന്ന് പറയുന്നത് ജാസ്മിൻ ഗബ്രി റിലേഷൻ ആയിരുന്നു. അത് സംഭവബഹുലമായ ഒരു കഥയാണല്ല. എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ആൾക്കാരുമായിട്ട് അടുക്കുന്ന ഒരു സ്വഭാവമാണ്. പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. പിന്നെ ജാസ്മിൻ പറയുന്നതിനെ ഗബ്രി ഡിഫെൻഡ് ചെയ്യുക, ഗബ്രിക്ക് വേണ്ടിയിട്ട് ജാസ്മിൻ പോവുക. ഇതായിരുന്നു പിന്നീട് നടന്നിട്ടുള്ള കുറെ കാലം. ഇത് തന്നെയായിരുന്നു. ഇത് പൊളിക്കാൻ ബിഗ് ബോസ് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതായിരുന്നു അവസ്ഥ. പൊളിക്കാൻ ബിഗ് ബോസ് ശ്രമിച്ചിട്ടില്ല, അത് വേറെ കാര്യം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കുറെ പേര് അവിടെ ഞങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ പ്രേമമാണ് അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാന് എന്താ നിങ്ങൾ ഉദ്ദേശം? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ ഗബ്രിയോട് കയറിയതിന്റെ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പുറത്ത് എനിക്ക് ഇതേപോലെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഇന്നതാണ്. ഒരാൾ എനിക്ക് വേണ്ടി കാത്തിരിക്കല്ലേ? എത്ര നാളായിട്ട്? 5-6 മാസമായി. അല്ല, എനിക്ക് ഇവനോട് ഒരു ഇഷ്ടമുണ്ട്. ഞാൻ ആ ഇഷ്ടം പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പാണോ എനിക്ക് അറിയില്ല. ഒന്നും മനസ്സിലാവല്ലേ? എങ്ങനെ മനസ്സിലായി? ആയിരിപ്പണ്ടപ്പോ തോന്നി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.